ഞാനൊരു സെയിം ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ഒരു പ്രമാണിയെ കാണാൻ പോയി. ഒരാവശ്യം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു, ആളെ കാണാനും ഒക്കെ. അപ്പോൾ ആൾ ശരിക്കും നാട്ടിലെ പ്രമാണിയാണ്, പണക്കാരനാണ്, കുറച്ച് ഫെയിമുള്ള ആളാണ്, അങ്ങനെ ഒരു ആളാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയത് ഞാനൊരു സ്കൂട്ടിയിൽ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ സത്യത്തിൽ വേദനയോടുകൂടെ തിരിച്ചു പോകുന്നു. കാര്യം വെച്ചാൽ ഭയങ്കര ഒരു പുച്ഛമായിരുന്നു. നമ്മൾ ഒട്ടും പരിഗണിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്ന് ഓക്കെ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് വേഗം ഒഴിവാക്കി. നമ്മളെ ശരിക്കും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങില്ല. നമ്മളവിടെ നിന്ന് പോന്നു. പക്ഷെ പിന്നീട് ഒരു 6 മാസത്തിന് ശേഷം മറ്റൊരാവശ്യത്തിന് വീണ്ടും പോകേണ്ടി വന്നു. പക്ഷെ അന്ന് പോകുമ്പോൾ ഞാൻ വേറൊരു സുഹൃത്തിനാണ് കൂട്ടിയത്. അതോടൊപ്പം സ്കൂട്ടിയിലല്ല പോയത്, ഞാനൊരു BMW കാർ എടുത്തിട്ടാണ് പോയത്. ഈ കാറും എടുത്ത് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകരണം, അകത്തേക്ക് കൊണ്ടുവന്നു, ചായ കുടിക്കുന്നു, കുറേ തമാശകൾ പറയുന്നു, നമ്മൾ പറഞ്ഞ കാര്യവുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നു, സംസാരിക്കുന്നു, വളരെ ഭംഗിയായിട്ട് സംസാരിക്കുകയും ഡീലുകയും ചെയ്തു. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പക്ഷേ എല്ലാവർക്കും അനുഭവമുള്ള കാര്യം തന്നെയായിരിക്കാം. ആളുകൾ ശരിക്കും വ്യക്തികളെയല്ല സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യുന്നത്, പരിഗണിക്കുന്നൊന്നും. ആളുകൾ എപ്പോഴും പണത്തെയാണ് നോക്കുന്നത്. അവൻ്റെ കയ്യിൽ പണമുണ്ടോ എങ്കിൽ എല്ലാവരും ബഹുമാനിക്കുന്നു, അവൻ്റെ കയ്യിൽ പണമില്ലേ, ബഹുമാനമില്ല എന്നൊരവസ്ഥയുണ്ടെന്നുള്ളതാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണം. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിനും പേഴ്സണാലിറ്റിക്കും അല്ലേ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ പണമുള്ളവനെ വല്ലാതെ ബഹുമാനിക്കുകയും വലിയ വാഹനത്തിൽ വരുന്ന, വലിയ വീടുള്ള, വലിയ ബ്രാൻഡഡ് ഡ്രസ്സ് ധരിക്കുന്ന അത്തരം ആളുകളെ പരിഗണിക്കുക, എന്നാൽ സാധാരണക്കാർ എന്ന് പറയപ്പെടുന്ന ആളുകളെ പരിഗണിക്കാതിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജി, MT വ്ളോഗ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.